സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 30-ാം വാക്യം. ഇത് ദൈവമക്കളുടെ ഒരു കരച്ചിൽ ആകുന്നു. ദൈവമേ, ബലത്തോടെ നിൽക്കുവാൻ, പൂർണ്ണ ബോധ്യത്തോടെ ഉറച്ചു നിൽക്കുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത്. കലഹിക്കുന്ന ജാതികൾ, വ്യർത്ഥമായത് നിരൂപിക്കുന്ന വംശങ്ങൾ, കർത്താവിന് വിരോധമായി വരുന്ന രാജാക്കന്മാർ, അഭിഷിക്തർക്ക് എതിരായി നിൽക്കുന്ന അധിപതികൾ, ഇവയുടെയെല്ലാം നടുവിൽ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്ന ദൈവ വേലക്കാർക്ക് വേണ്ടി നാമും പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. സൗഖ്യമാക്കുവാൻ കൈകൾ നീട്ടുന്ന ഒരു യേശുവിനെ നാം ഇവിടെ കാണുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ അത്ഭുതം ചെയ്യും. രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകും, ഭൂതങ്ങൾ വിട്ടുപോകും. അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്ത് അവൻ്റെ വചനത്തെ ഉറപ്പിച്ചും കൊണ്ട് അവൻ ദൈവമക്കളുടെ കൂടെ ആയിരിക്കുന്നു. പരിശുദ്ധനായ ഈ യേശുവിൻ്റെ നാമം, എല്ലാ നാമത്തിലും മേലായ ആ നാമം, ഭൂതങ്ങൾ വിറയ്ക്കുന്നു, രോഗാത്മാക്കൾ വിട്ടോടുന്നു. ഈ നാമത്തിൻ്റെ ശക്തിയാൽ ധൈര്യത്തോടെ നമുക്ക് ആയിരിക്കാം. പ്രശ്നങ്ങൾ ഉണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എതിർപ്പുകളുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നിരുന്നാലും ദൈവദാസന്മാർക്ക് കൃപ നൽകി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന വല്ലഭത്വമുള്ളവനായ ദൈവം, വീര്യഭുജം കുറുകാത്തവനായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉള്ളതിനാൽ നമ്മുടെ പ്രസംഗങ്ങൾ ധൈര്യമുള്ളതാവട്ടെ. നമ്മുടെ ശക്തിയാലല്ല, ദൈവത്തിൻ്റെ നാമത്താൽ ആകുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ധൈര്യത്തോടെ അവൻ്റെ കൃപയിൽ ആയിരുന്നു കൊണ്ട് രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതാത്മാക്കൾ വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് കൽപ്പിക്കാം. പിശാച് വഞ്ചിച്ച് അടിമത്വത്തിൽ ആക്കിയിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകുന്ന വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലി മേഖലകളിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു ദാസൻ എന്ന ഒരു സാക്ഷ്യം, ഒരു അടയാളം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ദൈവം അതിനായി കൃപ നമുക്ക് നൽകുകയാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലൂടെയും ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടണം എന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ഒരു ശങ്കയുടെയും ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നവരായി നമുക്ക് മാറാം. വേദികളിലല്ല, നമ്മുടെ ചുറ്റുപാടും ഈ ദൈവവചനം നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം.